ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നിഹാ ഫ്രോക്ക് ഡിസൈൻസ്. ഇന്ന് കാണിക്കുന്നത് 6 months ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെയാണ്. അപ്പോൾ ഹെവി സെറ്റിനൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ യോക്ക് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്തിനെ രണ്ടാക്കി ഫോൾഡാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഫ്രോക്കും സ്കേർട്ടും ടോപ്പൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതാ അങ്ങനെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്ലോത്തിനെ രണ്ടാക്കി ഫോൾഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുകളിലൊരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക. നമ്മുടെ ക്ലോത്തിനെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ കൊടുക്കുന്നത്. ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഷോൾഡർ വന്നിട്ട് 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. താഴോട്ടേക്ക് ആം ഹോളും 4 ഇഞ്ചിലാണ് സ്ട്രേറ്റ് ലൈൻ ആക്കിയിട്ട് വരച്ചു കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ചെസ്റ്റും കൂടി അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സിം അലവൻസും കൂടെ മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ആം ഹോളും കർവ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഓരോ അളവുകളും നമ്മൾ പറയാത്തത് ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത അളവുകളായിരിക്കും. ഇപ്പോൾ 1 year ബേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 2 വയസ്സിൻ്റെ മേനി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അളവുകൾ പറയാനും ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളിതാ താഴോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തത് കണ്ടോ. അത് സ്ലീവ്ലെസ് ആയതുകൊണ്ടാണ് ആ ഒരു രീതിക്ക് റെഡിമെയ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതാ നെക്കിൻ്റെ വിടുത്തായിട്ട് നമ്മൾ 1.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്ക് വി ഷേപ്പിലാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു. പിന്നെ ഇനി നമുക്ക് യോക്കിൻ്റെ ആ ഒരു ലെങ്ത്ത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സിം അലവൻസും കൂടി കൂട്ടിയിട്ട് ഇതാ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്ക് ഇതാ ഇങ്ങനെ ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ ഈ ഒരു വരച്ച സ്കെച്ചിലൂടെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അങ്ങനെ ഇതാ ഫ്രണ്ട് പോർഷനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഈ ഒരു ആം ഹോൾ വന്നിട്ടുള്ളത് ഒരു പ്രത്യേക ഷേപ്പിലല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ബാക്ക് പോർഷനും കൂടി ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫോൾഡ് സൈഡിൽ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് സിബ് വെക്കണ്ടേ, അപ്പോൾ അതിനുള്ള പോർഷനാണ്. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. പിന്നെ മുകളിൽ നമ്മൾ ക്ലോത്തിനെ ലെവലാക്കാൻ വേണ്ടിയിട്ട് ഒരു മാർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുത്തതിന് ശേഷം ഇതാ ഈ ഒരു 3/4 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തില്ലേ, അതിന് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇത് ഇതാ ഈ ഒരു രീതിക്ക് ഫുള്ളായിട്ട് നമ്മൾ വരച്ചിട്ടെടുക്കാം. പിന്നെ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് 1 ഇഞ്ച് 1.5 ഇഞ്ച് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കൊടുക്കുന്നത് വീനെക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തെടുക്കുന്നത് ഒരു 3.5 ഇഞ്ചിലാണ് വീനെക്ക് കൊടുക്കുന്നത് കേട്ടോ. ചെറിയ ബേബിയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ വീനെക്ക് കുറച്ച് അധികമായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിങ്ങനെ പൊന്തി നിൽക്കാനും ഷോൾഡറിൽ നിന്ന് പിന്നെ താഴേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ വി ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. പിന്നെ നമ്മുടെ സിബിൻ്റെ ആ ഒരു പോർഷന് കട്ട് ചെയ്തിട്ടെടുക്കണം. പിന്നെ ഫ്രണ്ട് പീസിൻ്റെ ആം ഹോൾ ഒന്ന് കുഴിച്ചും കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫ്രണ്ട് ആം ഹോൾ കുഴിക്കൽ എല്ലാ ഫ്രോക്കിനും മസ്റ്റായിട്ടുള്ളതാണ്. സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് കസ്റ്റമർ സെമി അംബ്രല്ലയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സെമി അംബ്രല്ലയിൽ കുറച്ച് ഫ്രിൽസും കൂടെ ആഡ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിൽസ് ഇടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ താഴെ ഭാഗത്തു നിന്നാണ് അളവുകളൊക്കെ എടുക്കുന്നത്. ഈ ഒരു എൻഡ് ഭാഗത്തു നിന്ന് നമുക്ക് നമ്മുടെ അളവ് സ്കേർട്ട് പോർഷൻ വരുന്നത് 13.5 ഇഞ്ചാണ്. അപ്പോൾ ആ 13.5 ഇഞ്ച് കിട്ടുന്നതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഇവിടെ നമ്മൾ 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ആ ഒരു 13.5 ഇഞ്ചിനെ നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം. അപ്പോൾ 13.5 ഇഞ്ച് വരുന്നത് 8 ലെങ്ത്തിലാണ് വരുന്നത് കേട്ടോ. മുകളിൽ നിന്ന് 8 ലെങ്ത്തിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 8 ലെങ്ത്ത് വെച്ചിട്ട് നമ്മളൊന്ന് റൗണ്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് മുകളിൽ നിന്നും താഴേക്ക് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തെടുത്തില്ലേ, 14.5 ഇഞ്ച് താഴേന്ന് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ മുകളിലത്തെ ഇതും കൂടി കൂട്ടിയതിന് ശേഷം ഇതാ കണ്ടോ, ഈ ഒരു രീതിക്ക് വെച്ചിട്ട് 21 ഇഞ്ചിലാണ് നമ്മൾ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് എടുക്കുന്നത്. കണ്ടോ, പക്ഷേ നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 13.5 ഇഞ്ചാണ്. ഇത് നമുക്ക് ആ കോണിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് അംബ്രല്ല ആ ഒരു അടിഭാഗം കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിഭാഗമൊക്കെ നല്ല ഫിനിഷായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം. പിന്നെ താഴെ ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്താം. വള്ളിക്കുള്ള 2 പീസും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ കട്ട് ചെയ്തിട്ടെടുക്കാം. സ്കേർട്ട് പോർഷൻ 2 ലെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. സാറ്റിനാണ് സെക്കൻഡ് ലെയർ കേട്ടോ. പിന്നെ തേർഡ് ലെയറായിട്ട് നമ്മൾ കോട്ടൺ ലൈനിങ്ങും വരും. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. നമ്മുടെ സാറ്റിന് കട്ട് ചെയ്തെടുത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതും കട്ട് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇത് ഫുൾ സർക്കിളിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്.
രണ്ടാമത്തെ ലെയർ സെമി ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലെയർ പിന്നെ നെറ്റിലും ആയതുകൊണ്ട് തന്നെ നല്ല ഒതുങ്ങി നിന്നോളും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫുൾ സർക്കിൾ എടുത്തിട്ടുള്ളത്. ഇനി ഈ ലൈനിങ് കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ലൈനിങ് ചെയ്യുന്നത് സാധാ മെത്തേഡിലാണ്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി സ്ലീവും കൂടെ കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ക്ലോത്തിനെ രണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ ഒരു ഓപ്പൺ സൈഡിൽ നിന്നാണ് കേട്ടോ മാർക്കിങ് തുടങ്ങുന്നത്. 3 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സീം അലവൻസും കൂടി കൂടിയതിന് ശേഷമാണ് പറഞ്ഞിട്ടുള്ളത്. ചെറിയ മക്കളല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ഇഞ്ച് ലെങ്ത്ത് മതിയാവും സീം അലവൻസ് കൂടിയിട്ട്. പിന്നെ ഇതാ നമ്മൾ താഴോട്ടേക്ക് കുറച്ചധികം എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു പീസും കൂടെ കട്ട് ചെയ്തിട്ടെടുക്കണം. അങ്ങനെ 2 സ്ലീവ്സും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവ്സും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഫ്രണ്ട് പീസിനെ മറിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു സ്ക്വയർ പീസും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കട്ടിങ്ങും ഇവിടെ തീർന്നിട്ടുണ്ട്. ക്രോസ് പീസും വള്ളിക്കുള്ള പീസും ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും 2 സ്കേർട്ട് പാർട്ടും ലൈനിങ്ങും എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഫ്രണ്ട് പോർഷൻ്റെ നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നെക്ക് മാത്രം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി അതിന് ചെറിയ കട്ടുകളൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് നീറ്റാക്കിയിട്ടെടുക്കണം. ബാക്ക് പോർഷനും അതേ രീതിയിൽ തന്നെ സിബിൻ്റെ ആ ഒരു പോർഷനും പിന്നെ നെക്കും മാത്രമാണ് നമ്മളിതിൽ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. കാരണം നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാനുണ്ട്. പിന്നെ സ്ലീവിനെ നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കുകയും വേണം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. അങ്ങനെ ഈ ഒരു 2 പീസും നമുക്ക് സിബിൻ്റെ ആ ഒരു പോർഷനും നെക്കും കൂടെ ഒന്ന് ഫിനിഷ് ആക്കിയിട്ടെടുക്കാം. ശേഷം ഈ ഒരു രീതിക്ക് നമ്മൾ മറിച്ചെടുക്കുക. പിന്നെ ആ ഒരു എൻഡ് ഭാഗങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ കത്രിക വെച്ചിട്ടൊക്കെ ഒന്ന് കുത്തിയിട്ട് വൃത്തിയിലെടുക്കട്ടോ. അങ്ങനെ 2 പീസും മറിച്ചെടുത്തതിന് ശേഷം നമുക്ക് സിബും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻവിസിബിൾ സിബാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഷിബ് വെച്ചെടുത്തതിന് ശേഷം നമ്മളിതാ ഷോൾഡറും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ മിസ്സായതാണ്. പിന്നെ നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതാ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലൈനിങ്ങും പിന്നെ നമ്മുടെ മെയിൻ ഫാബ്രിക്കും വെച്ചിട്ട് മുഴുവനായിട്ടൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് സ്ലീവിൻ്റെ 2 എൻഡ് ഭാഗവും ദാ ഈ ഒരു രീതിക്ക് ചെറുതാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ഇനി സ്ലീവിൽ നമുക്ക് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1 ഇഞ്ച് നമ്മൾ 2 സൈഡിലും വിടണം കേട്ടോ. എന്നിട്ട് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്ലീവിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഇതേ രീതിക്ക് പ്ലീറ്റ്സ് ഇട്ടാണ്ട് എടുക്കുക. സ്ലീവ് ജോയിൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫ്രീലി ടച്ച് ആ ഒരു സ്ലീവില്ലേ അതിൻ്റെ സെൻറ്റർ കാണാം. എന്നിട്ട് ആ ഒരു സെൻറ്റർ നമ്മളെ ഷോൾഡറിൻ്റെ ആ ഒരു ലൈൻ വരുന്നതാ അവിടെ വെച്ചിട്ട് വേണം നമ്മൾ 2 ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ സ്ലീവിനെ കറക്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തില്ലേ, അപ്പോൾ ആ ക്രോസ് പീസിനെ ഇങ്ങനെ ഫോൾഡ് ആക്കിയിട്ട് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്ത് അതിൻ്റെ മുകളിലൂടെ തന്നെ നമ്മളിതാ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ ബാക്കിയുള്ള പീസൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മളിതാ ഈ ഒരു രീതിക്ക് ഉള്ളിലേക്ക് ഫോൾഡ് ആക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ലീവ് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണല്ലോ ഈ ഒരു ഫ്രിൽസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നതിന് ശേഷം ഈ ഒരു സ്ലീവ് വരുന്ന ഭാഗം എത്തുന്ന സമയത്ത് സ്ലീവിനെ കണ്ടോ വലത് കൈ കൊണ്ട് ഈ ഒരു രീതിക്ക് വലിച്ചു പിടിക്കുക. വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് അവിടെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു സ്ലീവിനെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. കുറവും കൂടുതലും ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറമേക്ക് കാണുമ്പോൾ അതൊരു അഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ലെവലാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഒരു സ്ലീവിനെ നന്നായിട്ട് തന്നെ നമ്മൾ വലിച്ചു പിടിക്കണം. എന്നാൽ മാത്രമാണ് നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് 2 സ്ലീവും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ 2 സ്ലീവും നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പോർഷന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത് ചീത്തഭാഗവും വെച്ചിട്ട് കണ്ടോ ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളതിനെ ഉള്ളിലേക്ക് മറിച്ചതിന് ശേഷമാണ് നേരെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത്ത് ഒന്ന് ലെവലാക്കി കൊടുക്കുക. നമ്മൾ സീം അലവൻസൊക്കെ എക്സ്ട്രാ ഇട്ടതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/2 ഇഞ്ച് മാത്രം എക്സ്ട്രാ ഇട്ടതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം.
5.5 ഇഞ്ചാണ് യോക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. പിന്നെ 2 ഭാഗത്തേക്കും നമുക്ക് ഒരു 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തതിന് ശേഷം അതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനിതാ അതിനെ ഈ ഒരു രീതിക്ക് മറിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഷേപ്പ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ നമുക്ക് സിം അലവൻസൊക്കെ ഉള്ളിൽ പോകുന്ന വിധത്തിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് വള്ളിയും കൂടെ നമ്മൾ അവിടെ വെച്ച് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ആ ഒരു വള്ളി നമുക്ക് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ സാറ്റിൻ്റെ ആ ഒരു സൈഡ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ സാറ്റിൻ്റെ മുകളിലേക്കായിട്ട് ഇതാ ഈ ഒരു നെറ്റിനെ ഫ്രില്ലിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സാറ്റിന് ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ആണ് വിചാരിച്ചിരുന്നത്. പിന്നെ കസ്റ്റമർ പറഞ്ഞു സാറ്റിനിൽ ഫ്രില്ല് വേണ്ട, നെറ്റിൽ മാത്രം മതി ഫ്രില്ല് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെയും സാറ്റിന് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഏതായാലും നമുക്ക് ഈ ഒരു സാറ്റിൻ്റെ മുകളിലേക്ക് ഈ നെറ്റ് ഫാബ്രിക്കിനെ ഫ്രില്ലിട്ടതിന് ശേഷം കറക്റ്റാക്കിയിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് ഫ്രില്ലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഓവർ ഫ്രില്ല് വേണ്ടാന്ന് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ യോക്ക് പോർഷൻ്റെ നല്ല ഭാഗം സ്കേർട്ട് പോർഷൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. ഇതാ കണ്ടോ, റൗണ്ട് ചെയ്ത് നമുക്ക് ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പം അങ്ങനെ അതും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിം അലവൻസ് കാണാത്ത രീതിയിൽ ഉള്ളിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. നമ്മൾ ലൈനിങ് വെക്കുന്നത് നമ്മൾ ആ ഒരു മെത്തേഡിലാണ്. അപ്പം അങ്ങനെ അതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മൾ സ്ലീവും നമ്മുടെ ഷോൾഡറും ഒക്കെ നല്ല നീറ്റായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. സിം അലവൻസ് ഒന്നും പുറത്ത് കാണാതെ ക്രോസ് പീസൊക്കെ വെച്ച് കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് നീറ്റാക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ സിബ് ഓപ്പൺ ആക്കി കൊടുത്തതിന് ശേഷം ഈ സ്കേർട്ട് പോർഷൻ ഇതാ ഈ ഒരു രീതിക്ക് നമ്മുടെ സിബിൻ്റെ ആ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കട്ടോ. അതിന് ശേഷം നമ്മൾ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ കണ്ടോ, ഈ ഒരു രീതിക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ കണ്ടോ, ഈ ഒരു രീതിക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ നമ്മൾ ഈ ഒരു രീതിക്ക് ഫ്രിൽസ് ഇട്ട് കറക്റ്റാക്കിയിട്ട് തന്നെ ആദ്യം ഒരു പിൻ ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമുക്കിതൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അങ്ങനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് അതിനൊന്ന് താഴേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഒരു രീതിക്കാണ് നമ്മുടെ ഫ്രോക്കിനെ കിട്ടുക. ഇതാ കണ്ടോ, ഒരു വിധത്തിലുള്ള സീം അലവൻസ് നമ്മൾ പുറത്തേക്ക് കാണുന്നില്ല. നല്ല നീറ്റായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ലൈനിങ്ങിൻ്റെ ആ ഒരു എൻഡ് ഭാഗവും പിന്നെ സാറ്റിൻ്റെ ആ ഒരു എൻഡ് ഭാഗമൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ബോ കൊടുത്തിട്ടുണ്ട്. ബോമ് പിന്നെ അതേപോലെ തന്നെ നെറ്റുമലും എയർ ബോമിലൊക്കെ നമ്മൾ സ്റ്റോണും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡായിട്ട് ഫ്രോക്കും സ്കേർട്ടും ടോപ്പൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.